ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായും സേഫായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അവളിടം ബൈ നീതുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ഒരു സാധനം വെച്ചിട്ടാണ്. നമ്മളെ കൂണാണ് ഇത്. ഈ കൂണ് നമുക്ക് വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെപ്പോഴും കിട്ടേണ്ടതാണ്. ഇത് വർഷത്തിലൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാകണ കൂണാണ്. അപ്പോൾ അതെനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് കഴുകി മണ്ണൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതേപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കൂണിൻ്റെ തോരനാണ് കേട്ടോ. ഇത് കഞ്ഞിയുടെ കൂടെ ഈ തോരനും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് മഴയത്ത് ചൂട് കഞ്ഞി ഈ ഒരു തോരനും മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു പാന് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന കൂണിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറേ വെള്ളം വേണ്ട, കാരണം ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കൂണ് വേവാൻ ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്തോളൂ കേട്ടോ. നമ്മൾ ഇതൊക്കെ പുറത്തുനിന്ന് നമ്മൾ പറിച്ചെടുത്തതല്ലേ, അപ്പോൾ വിഷാംശങ്ങളൊക്കെ പോകാനൊക്കെ നല്ലതാണ് മഞ്ഞൾപ്പൊടി നമ്മൾ കൂടുതൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്തോളും. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് അതിനുള്ള തേങ്ങ അരച്ചെടുക്കാം. അത് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തോരന് കുറച്ച് എരിവ് വേണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടെടുക്കാം നമുക്ക്. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, ഞാനത് ഇടണില്ല. ഇപ്പോൾ ഇതാ നമ്മളെ കൂണൊക്കെ വെള്ളമൊക്കെ ഇപ്പോൾ കണ്ടോ, നേരത്തെ ഒഴിച്ച വെള്ളമല്ലല്ലോ ഇതിനകത്തുള്ളത്, കൂടുതൽ വെള്ളമല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ ഇട്ടത്ര കൂണൊന്നല്ലല്ലോ, ഇപ്പോൾ കുറച്ച് കൂണല്ലേ ഉള്ളൂ, ക്വാണ്ടിറ്റി ഒക്കെ കുറഞ്ഞ് വന്നില്ല. അപ്പോൾ വെന്ത് വരുമ്പോൾ ഇത് കുറച്ചായി, ക്വാണ്ടിറ്റി ഒക്കെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇതിൽ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴത്തേനും കറക്റ്റ് വേവായിക്കോളും. ഇതിപ്പോൾ തേങ്ങ അരച്ചിട്ട് വയ്ക്കാം, അല്ലാതെയും വെക്കാം കേട്ടോ. തേങ്ങ ചേർക്കാതെ തന്നെ വെച്ചാൽ അതും ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇത് ചതച്ചെടുത്തിട്ട് വന്ന് തേങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും തേങ്ങ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് ആവി കയറുന്ന വരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും ഒന്നും ഇത്ര കൂണ് കിട്ടാറില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും കൂണ് ഞങ്ങൾക്ക് കിട്ടാറ്. എല്ലാ പ്രാവശ്യവും എനിക്ക് വീട്ടിൽ നിന്ന് അച്ഛന് കൊടുത്തയക്കാറാണ്. അവിടെ നിന്ന് അച്ഛൻ മേടിച്ചിട്ട് അവിടെ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. അത് മേടിച്ചിട്ട് അവിടെ നിന്ന് കൊടുത്തയക്കാറാണ് ചെയ്യാറ്. അങ്ങനെ ബസ്സിൽ കൊടുത്തയക്കും ഇങ്ങോട്ട്. അങ്ങനെ എനിക്ക് കൂണ് കിട്ടാറ്. ഇപ്രാവശ്യം ഏതായാലും ഇവിടെ അടുത്തുനിന്ന് തന്നെ കിട്ടി. ഇപ്പോൾ ഇതാ ഇതിൻ്റെ തേങ്ങയുടെ പച്ചമണ്ണൊക്കെ മാറി ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിനകത്തേക്ക് ചെറിയൊരു പൊടിക്കൈയും കൂടി ചേർക്കണം, എന്നാലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് വറവൊന്നും ചേർക്കണമൊന്നുമില്ലല്ലോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെച്ചാൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്തുള്ളൂ കേട്ടോ, അതാണ് നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഇതിനകത്തേക്ക്, പച്ച വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ചേർക്കുമ്പോഴാണ് ഈ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂൺ തോരൻ റെഡിയാവും. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ പാത്രം കാലിയാവണ അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇപ്പോൾ കൂണിൻ്റെയൊക്കെ സീസണാണ്. അപ്പോൾ കൂണ് കിട്ടിയാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.